കുറച്ച് നാൾ മുമ്പ് ഒരു റിപ്പോർട്ട് വായിക്കാനായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ആ റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെയായിരുന്നു: കുട്ടികളിൽ ആങ്സൈറ്റി ഡിസോർഡറും പാനിക് അറ്റാക്കുകളൊക്കെ ഭയങ്കരമായിട്ട് കൂടുന്നു. ഇതൊരു ശരിയായിട്ടുള്ള ഒരു ഫൈൻഡിങ് ആണോ? അങ്ങനെ കുട്ടികളിൽ പാനിക് അറ്റാക്സും അതുപോലെ ആങ്സൈറ്റി ഡിസോർഡറും കൂടുന്നുണ്ടോ? ഒന്ന്. രണ്ട്, ബേസിക്കലി ശരിക്കും പറഞ്ഞാൽ ഈ ആങ്സൈറ്റി ഡിസോർഡർ എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ പല ആളുകളും ഈ വാക്കുകളൊക്കെ ആവശ്യത്തിനും അനാവശ്യത്തിനും കയറി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ രക്ഷിതാക്കൾ തന്നെ വന്ന് ഞങ്ങളോട് പറയുന്നുണ്ട്, കുട്ടിക്ക് പാനിക് അറ്റാക്ക് ഉണ്ടായി. ഇത് പാനിക് അറ്റാക്ക് ആണെന്ന് എങ്ങനെയാണ് ഒരു പാരൻറ്റിന് തിരിച്ചറിയാൻ പറ്റുക? ഇതൊരു ആങ്സൈറ്റി ഡിസോർഡർ ആണെന്നുള്ളത് പാരൻറ്റിന് എങ്ങനെയാണ് തിരിച്ചറിയാൻ പറ്റുക? ഈ ഭാഗങ്ങളിൽ രക്ഷിതാക്കൾക്കൊരു ഗൈഡൻസ് കൊടുക്കാൻ സാധിച്ചാൽ നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 10.6% ആളുകൾ ഇന്ത്യയിൽ ചികിത്സ ആവശ്യമുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങളുള്ളവരാണ്. കേരള സ്റ്റേറ്റ് മെൻ്റൽ ഹെൽത്ത് അതോറിറ്റി 2016 നടത്തിയൊരു പഠനം പ്രകാരം 12.5%, അതായത് 8 മലയാളികളിൽ ഒരാൾ ചികിത്സ ആവശ്യമുള്ള മാനസിക ആരോഗ്യ പ്രശ്നത്തിലൂടെ കൂടുതലാണ്. കേരളത്തിൽ ഇത്തരം ചില സംഗതികൾ കുറച്ചൊന്ന് കൂടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലോകാരോഗ്യ സംഘടന കോവിഡ് കഴിഞ്ഞപ്പോൾ ഒരു പൊസിഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിരുന്നു. അത് പ്രകാരം വിഷാദവും ഉത്കണ്ഠ രോഗങ്ങളും, ഡിപ്രസീവ് ഡിസോർഡേഴ്സ് ആൻഡ് ആങ്സൈറ്റി ഡിസോർഡേഴ്സ് 25% കണ്ട് വർദ്ധിച്ചിരിക്കുന്നു കോവിഡ് അതിനെ തുടർന്ന്. അത് കുട്ടികളിലും കൗമാരപ്രായക്കാരിലും അടക്കം അതിൻ്റെ റിഫ്ലക്ഷൻസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആത്മഹത്യാ നിരക്ക് ഒരു 10-15 കൊല്ലം മുമ്പൊക്കെ ഇന്ത്യയിൽ 1-ാം സ്ഥാനമായിരുന്നു കേരളം. 1,00,000 ജനതയ്ക്ക് 32 പേര് ആത്മഹത്യ ചെയ്യുന്നൊരവസ്ഥയുണ്ട്. പക്ഷെ പിന്നീടാണ് വ്യാപകമായിട്ടുള്ളൊരു ബോധവൽക്കരണ പരിപാടി, ഒരു മാനസികാരോഗ്യ സാക്ഷരതാ യജ്ഞം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ദൃശ്യമാധ്യമങ്ങളിലൂടെയും പത്രമാധ്യമങ്ങളിലൂടെയും ശ്രവ്യമാധ്യമങ്ങളിലൂടെയും പബ്ലിക് ടോക്കുകളിലൂടെയൊക്കെ ഒരുപാട് അവയർനെസ്, മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ചികിത്സിക്കാവുന്നതാണ്, പലതും ചികിത്സിച്ച് ഭേദപ്പെടുത്താവുന്നതാണ് തുടങ്ങിയ കുറച്ച് ധാരണകൾ വന്നു. ആളുകൾ ചികിത്സ എടുക്കാനും മറ്റുമൊക്കെ തയ്യാറായ ഒരു മാറ്റം വന്നു. അപ്പോൾ 2017 ആ ഒരു കാലഘട്ടമൊക്കെ ആയപ്പോൾ 1,00,000 ജനസംഖ്യയിൽ 21 എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് അത് ഗണ്യമായിട്ട് കുറച്ചുകൊണ്ട് വരാൻ പറ്റി. പക്ഷേ ഈ കോവിഡിൻ്റെ സമയത്ത് ഇതെല്ലാം വീണ്ടും താളം തെറ്റിയിട്ട് ഏറ്റവും ഒടുവിൽ 2023 കണക്കുകൾ പ്രകാരം 1,00,000 ജനസംഖ്യയ്ക്ക് 30.9 ഇതാണ് കേരളത്തിലെ ആത്മഹത്യാ നിരക്ക്. 32 എത്തിയിട്ടില്ലെങ്കിൽ അതിനോട് അടുത്ത് വന്നു കഴിഞ്ഞു. അപ്പോൾ ഈ ഇത്രയും ആത്മഹത്യകൾ കൂടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലോകാരോഗ്യ സംഘടന തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. ആത്മഹത്യകളുടെ ലോകവ്യാപകമായി കാണപ്പെടുന്ന ഏറ്റവും സാധാരണവും ഏറ്റവും അനായാസം പ്രതിരോധിക്കാൻ കഴിയുന്നതുമായിട്ടുള്ള കാരണമാണ് വിഷാദരോഗം. ഡിപ്രഷൻ ഇസ് ദ മോസ്റ്റ് വൈഡ്ലി പ്രിവലൻറ്റ് ഈസിലി പ്രിവെൻറ്റബിൾ കോസ് ഓഫ് സൂയിസൈഡ് വേൾഡ് വൈഡ്. അപ്പോൾ ഈ ഡിപ്രഷനുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന മറ്റൊരു കണ്ടീഷനാണ് ഈ ആങ്സൈറ്റി ഡിസോർഡർ. എന്താണ് ഈ ആങ്സൈറ്റി എന്ന് ഞാൻ വിശദീകരിക്കാം. ഇപ്പം ഭയം അല്ലെങ്കിൽ ഫിയർ, ആങ്സൈറ്റി അല്ലെങ്കിൽ ഉത്കണ്ഠ, എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? നമ്മൾ വഴി കൂടെ നടന്നു പോകുമ്പം ഒരു കൂട്ടം പട്ടികൾ നമ്മളെ നോക്കി ഇങ്ങനെ കുരയ്ക്കുകയാണ്. നമുക്കുണ്ടാകുന്നത് ഭയമാണ്. കാരണം ആ പട്ടി നമ്മളെ കടിച്ചാൽ പരിക്കേൽക്കാം, പിന്നെ പേവിഷബാധ വരാം, ഇങ്ങനെ ഒരുപാട് ആശങ്കകളുണ്ടല്ലോ. ഏറ്റവും നല്ല ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ പോലും ഇന്നിപ്പോൾ സ്കൂളിലിരിക്കുമ്പോൾ ഒരു അനൗൺസ്മെൻറ്റ് വരികയാണ്, നാളെ ഒരു പരീക്ഷയുണ്ട്, സർപ്രൈസായിട്ട് പറയുകയാണ്, ടെൻഷൻ വരും. ഏറ്റവും നന്നായി പഠിച്ച കുട്ടിക്ക് പോലും ഒരു അസ്വസ്ഥത വരും. അവൻ ചിന്തിക്കുന്നത് ഇനി ബാക്കിയുള്ളതൊക്കെ എനിക്ക് പഠിച്ച് തീർക്കാൻ പറ്റുമോ, ഇനി ഔട്ട് ഓഫ് സിലബസ് ചോദ്യം വരുമോ, നാളെ രാവിലെ ഞാൻ പഠിച്ചത് ഓർമ്മ വരുമോ, ഇതൊക്കെ ആയിരിക്കാം. ഇതിനെയാണ് ആങ്സൈറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? ഭയമെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് പുറത്തുള്ള, നമ്മളുമായി സംഘട്ടനത്തിൽ ഏർപ്പെടാൻ സാധ്യതയുള്ള, വ്യക്തമായി ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരു സംഗതിയോട് തോന്നുന്ന ഒരു അസ്വസ്ഥതയാണ്. എക്സ്റ്റേണലാണ്, ഡെഫിനറ്റാണ്, നമ്മളെ അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഉള്ള സംഗതിയാണ്. അതിനോട് തോന്നുന്ന ഒരു സംഗതിയാണ് ഫിയർ. ആങ്സൈറ്റി എന്ന് പറഞ്ഞാലോ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ ഏറ്റവും നന്നായി പഠിച്ച കുട്ടിക്ക് പോലും ഔട്ട് ഓഫ് സിലബസ് ചോദ്യം വരുമോ, അവൻ്റെ ഉള്ളിൽ നിന്ന് വരികയാണ്. പരീക്ഷ എന്ന് പറയുന്നത് നമ്മളെ കൊല്ലാൻ പോകുന്നൊരു സാധനമൊന്നുമല്ല. പരീക്ഷ ജയിച്ചാലേ അടുത്ത ക്ലാസ്സിലേക്ക് പോകാൻ പറ്റൂ, ചില പരീക്ഷകൾ ജയിച്ചാലേ ജോലി കിട്ടൂ. ജീവിതത്തിൻ്റെ പ്രോഗ്രസ്സിന് ആവശ്യമാണ് ഈ പരീക്ഷ. അതിവനും അറിയാം. അത് നമ്മൾ ഒരിക്കലും അറ്റാക്ക് ചെയ്യാൻ പോകുന്നില്ല. എന്തിനാണ് നീ എല്ലാം പഠിച്ചിട്ടില്ലേ, നീ എന്തിനാണ് ഈ ടെൻഷൻ അടി? എന്നാലും ഇതാണ് കാര്യം. അപ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഉടലെടുക്കുന്ന, പലപ്പോഴും വ്യക്തമായൊരു കാരണം ചൂണ്ടിക്കാണിക്കാൻ പോലും ബുദ്ധിമുട്ട് വരുന്ന, നമ്മളെ ഒരിക്കലും നമ്മളുമായി സംഘടനത്തിൽ ഏർപ്പെടാൻ സാധ്യതയില്ലാത്തൊരു സംഗതിയോട് തോന്നുന്നൊരു അസ്വസ്ഥതയാണ് ഈ ആങ്സൈറ്റി, ഉത്കണ്ഠ. ഒരു മിനിമം ഉത്കണ്ഠ ആവശ്യമാണ്.
കാരണം പരീക്ഷയുടെ തലേന്ന് ഒട്ടും ഉത്കണ്ഠയില്ലെങ്കിൽ നമ്മൾ സുഖമായിട്ട് കിടന്നുറങ്ങും, അല്ലെ പോയി സിനിമ കാണും. അപ്പോൾ നാളെ ഇതൊന്ന് എഴുതി പിടിപ്പിക്കണമെന്നുള്ളത് കൊണ്ടാണ് നമ്മൾ കുറച്ച് കാര്യമായിട്ട് ബാക്കിയൊക്കെ മാറ്റി വെച്ചിട്ടിരുന്ന് പഠിക്കുന്നത്. പക്ഷേ ആ ആങ്സൈറ്റി ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് പോകുമ്പോൾ ആണ് ഒരു ആങ്സൈറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. എന്താണ് ആ പരിധി? നമുക്ക് ആ ഉത്കണ്ഠ കൂടിയത് മൂലം നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല, പഠനത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, ആളുകളോട് ഇടപെടാൻ പറ്റുന്നില്ല, നമുക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മുടെ സാമൂഹ്യ ബന്ധങ്ങളെയും നമ്മുടെ തൊഴിലെന്ന് പറയുമ്പോൾ പഠനമായിരിക്കാം വിദ്യാർത്ഥികളെ സംബന്ധിച്ചുള്ളത്, അതിനെയും താറുമാറാക്കുന്ന രീതിയിലേക്ക് ഈ ഉത്കണ്ഠ വളരുമ്പോഴാണ് അതിനെ ഒരു ഈവൻ നമ്മുടെ ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ്ങിനെ പോലും ബാധിക്കുമ്പോഴാണ് അതിനെ ഒരു ആങ്സൈറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. ഇനി പാനിക് അറ്റാക്ക്. ഈ പാനിക് അറ്റാക്ക് എന്ന് പറയുന്നത് അതിതീവ്രമായ ഉത്കണ്ഠ, അത് ഏതാനും മിനിറ്റേ നീണ്ടു നിൽക്കത്തുള്ളൂ. അതിൻ്റെ ലക്ഷണങ്ങൾ പ്രധാനമായിട്ടും ശാരീരിക ലക്ഷണങ്ങളായിരിക്കും. നെഞ്ചിടിപ്പ് കൂടുക, ചിലപ്പോൾ നെഞ്ചുവേദന വരിക, ശ്വാസം കിട്ടാതെ വരിക, ശരീരം വിയർത്തൊലിക്കുക, കണ്ണിലിരുട്ട് കയറുക, തൊണ്ടയിലെന്തോ തടഞ്ഞിരിക്കുന്നു, വിഴുങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളൊരവസ്ഥ, കൈകാലുകൾ വിറയ്ക്കുന്നു, കാലിൻ്റെയും വിരൽത്തുമ്പുകൾ തണുത്ത് മരവിച്ചു പോകുന്ന അവസ്ഥ, വയറ്റിലൊരു കത്തൽ വരുന്നു, തല ചുറ്റുന്നു, ബാലൻസ് നഷ്ടപ്പെടുന്നു, ഞാനിപ്പോൾ വീണ് മരിച്ചു പോകുമോ എന്ന് തോന്നുന്ന തരത്തിലുള്ള വെപ്രാളം, അല്ലെങ്കിൽ എൻ്റെ മനസ്സിൻ്റെ സമനില ഇപ്പോൾ തെറ്റിപ്പോകുമോ എന്ന് തോന്നുന്ന ഒരു വെപ്രാളം 10-15 മിനിറ്റേ നിൽക്കും. അതിങ്ങനെ കൂടി ഒരു പീക്കിലെത്തിയ ശേഷം അതുപോലെ കുറഞ്ഞെങ്കിൽ വരും. ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ ഇതങ്ങ് മാറും. ശരിക്കും ഈ ലക്ഷണങ്ങൾ കാണുമ്പോൾ കേൾക്കുമ്പോഴത്തേക്ക് ഒരു ഹാർട്ട് അറ്റാക്കിൻ്റെ ലക്ഷണങ്ങൾ പോലെ തോന്നും. ഏകദേശം അത്രയും തീവ്രമായ ഒരു ഉത്കണ്ഠ അവസ്ഥയാണ് നമ്മൾ പാനിക് അറ്റാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സാധാരണ ഇങ്ങനൊരു ലക്ഷണം വന്നാൽ നമ്മൾ ആശുപത്രിയിൽ പോകും, ഹാർട്ട് അറ്റാക്ക് ആണോ എന്ന് പരിശോധിക്കും. അപ്പോൾ ECGയും ബ്ലഡിൻ്റെ ടെസ്റ്റുകളും ചിലപ്പോൾ മറ്റ് വിശദ പരിശോധനകളും ടെസ്റ്റുകളും ഒക്കെ നടത്തി നോക്കിയിട്ടും ശാരീരിക രോഗങ്ങളുടെ ഒരു ലക്ഷണവും ഇല്ല എങ്കിൽ നമുക്കത് പാനിക് അറ്റാക്കാണെന്ന് ഉറപ്പിക്കാം. 1 മാസക്കാലമായിട്ട് ആവർത്തിച്ച് നിരവധി പ്രാവശ്യം ഈ പാനിക് അറ്റാക്ക് വരുന്ന ഒരു സ്ഥിതിയാണ് പാനിക് ഡിസോർഡർ എന്ന് പറയുന്നത്. ഈ പാനിക് ഡിസോർഡർ ഒരു ഉത്കണ്ഠ രോഗമാണ്, വ്യാപകമായി സമൂഹത്തിലുള്ളൊരു കാര്യമാണ്. പക്ഷേ കുട്ടികളിലും ഇത് വരുന്നുണ്ടോ? കുട്ടികളിലും വരുന്നുണ്ട്. അപ്പോൾ ഈ പാനിക് ഡിസോർഡറിൻ്റെ ഒരു പ്രത്യേകത, ഈ പാനിക് അറ്റാക്ക് പ്രത്യേകിച്ച് ബാഹ്യമായ കാരണങ്ങൾ ഉണ്ടാവണമെന്നില്ല. ഒരു കാരണവും ഇല്ലാതെ വെറുതെ ഇരിക്കുമ്പോൾ തന്നെ ഇത് വന്നാലേ അതിനെ പാനിക് എന്ന് സാധാരണ പറയാറുള്ളൂ. ബാക്കി ഒരു ലിഫ്റ്റിനകത്ത് നമ്മൾ കുടുങ്ങിപ്പോയി, ഇതേ ലക്ഷണങ്ങൾ വരാം, അതിനെ നമ്മൾ ഫോബിയ എന്നാണ് പറയുന്നത്. അത് ഇതിൽ നിന്ന് അല്പം വ്യത്യസ്തമാണ്, മറ്റൊരു ഉത്കണ്ഠ രോഗമാണെന്ന് മാത്രം. പക്ഷേ പലപ്പോഴും ഈ പറഞ്ഞ പോലെ ഞാൻ പാനിക്കായി എന്നുള്ള വാക്കൊക്കെ ഇപ്പോൾ ഉപയോഗിക്കുന്നത് 2-3 വാക്കുകൾ ഇപ്പം സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായിട്ടുണ്ട്. 1 പാനിക്കാണ്, 2 ട്രോമ, ഈ വാക്കും വളരെയധികം. പിന്നെ 3 ഡിപ്രഷൻ, ഇത് ഞാൻ ഡിപ്രഷനിലാണ് എന്ന് പറയും. അപ്പോൾ ഈ പാനിക് എന്ന് പറയുന്നത് നമ്മൾ പെട്ടെന്നിപ്പോൾ ഒരു വിഷമം വരുന്നു, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചൊരു കാര്യം നടന്നില്ല, നമുക്കാകെ ഒരു അസ്വസ്ഥത വരുന്നു, നമ്മൾ സ്ഥിരമായി കയറുന്ന ബസ് മിസ്സായിപ്പോയി, ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിക്കുന്നു. ഇത്തരം സിറ്റുവേഷനിലൊക്കെയാണ് പലപ്പോഴും ഈ പാനിക് എന്ന വാക്കെടുത്ത് ഉപയോഗിക്കുന്നത്. പക്ഷെ ഇതൊന്നും പാനിക്കല്ല. പാനിക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വളരെ തീവ്രമായിട്ടുള്ള ഡിസേബിളിംഗ് ആയിട്ടുള്ളൊരു ആങ്സൈറ്റി അറ്റാക്കാണ്. ഓക്കെ. അപ്പോൾ ഇത് കുട്ടികളിൽ ഉണ്ടാവും എന്നുള്ളത് കുട്ടികളിലും ഉണ്ടാകും, സാധാരണമായിട്ട് ഇപ്പോൾ കാണുന്നുണ്ട്. കാരണം കുട്ടികളുടെ ഇപ്പോഴത്തെ ജീവിത രീതി, ഇതിലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഫിസിക്കലി ആക്റ്റീവായ ആളുകളിൽ ഇത്തരം കാര്യങ്ങൾ വരാനുള്ള സാധ്യത കുറവാണ്. പണ്ടത്തെ കുട്ടികളെ സംബന്ധിച്ചുള്ളവർ ബൈ നേച്ചർ ഫിസിക്കലി ആക്റ്റീവ് ആയിരുന്നു, ഓടിക്കളിക്കുക എന്നുള്ള ജീവിതത്തിൻ്റെ ഭാഗം തന്നെയായിരുന്നു. പക്ഷേ ഇന്നത്തെ ലോകത്ത് ഈ നഗരവൽക്കരണം ഒക്കെ വന്നു, ഫ്ലാറ്റ് സംസ്കാരമൊക്കെ ആയ ശേഷം കുട്ടികൾ തന്നെ ഓടിക്കളിക്കുന്നതും ഫിസിക്കൽ ആക്ടിവിറ്റിയും കുറഞ്ഞിട്ടുണ്ട്. ആ കുട്ടികളുടെ ഫിസിക്കൽ ആക്ടിവിറ്റി കുറഞ്ഞതും ഇത്തരം സംഗതികൾ വർദ്ധിക്കുന്നതും തമ്മിലൊരു ബന്ധമുണ്ട്, കോറിലേഷൻ ഉണ്ട്. ഓക്കെ. അപ്പോൾ അവരെ തിരിച്ച് ആക്ടിവിറ്റീസിലേക്ക് കൊണ്ടുവരാന്നുള്ളതാണ് വളരെ പ്രധാനമാണ്. ഈ കുട്ടികൾ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളുടെയും ഒരു പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാന പരിഹാരം, ഫണ്ടമെൻ്റൽ സൊല്യൂഷൻ, ബ്രിങ് ദം ബാക്ക് ടു ദ പ്ലേ ഗ്രൗണ്ട്. ചെറിയ കുട്ടികളെ 2 മണിക്കൂറെങ്കിലും ഓടിക്കളിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ, 2 മണിക്കൂറെങ്കിലും 2 മണിക്കൂറാണ് ഒപ്റ്റിമം. 2 മണിക്കൂറിൽ കൂടുതൽ നമ്മുടെ വിദ്യാഭ്യാസ സംസ്കാരത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ അതിൽ കൂടുതൽ നമ്മൾ പ്രതീക്ഷിച്ചിട്ട് കാര്യമല്ല. 2 hours ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി വിത്ത് എക്സ്പോഷർ ടു സൺലൈറ്റ്, അതാണ് കൊച്ചുകുട്ടികൾക്ക്. ഇനി ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, എൻട്രൻസ് കോച്ചിങ്ങിനൊക്കെ പഠിക്കുന്ന കുട്ടികൾ പോലും ഒരു 1 hour ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി വിത്ത് എക്സ്പോഷർ ടു സൺലൈറ്റ് വേണം. അതവരുടെ ശാരീരിക മാനസിക ആരോഗ്യത്തിന് മാത്രമല്ല പഠനത്തിനും ഗുണകരമാണെന്നുള്ളതാണ് സത്യം. അതൊരു ട്രെഡ്മില്ലോ ഓട്ടം മാത്രം പോരാ എന്നാണ് സാർ ഉദ്ദേശിക്കുന്നത്? അതായാലും മതിയോ?
ട്രെഡ്മില്ലിലെ ഓട്ടം, ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്നതിനൊക്കെ നമ്മൾ സാധാരണ 4 ഗുണങ്ങളാണ് ഈ എക്സർസൈസ് കൊണ്ടുണ്ടാകും. അതിലെ 3 ഗുണങ്ങളും ഈ ട്രെഡ്മില്ലിൽ ഓടിയാലും ജിമ്മിൽ വർക്കൗട്ട് ചെയ്താലും കിട്ടും. അതിൽ ഒന്നാമത്തെ ഗുണം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഡോപ്പമിനെ കുറിച്ച് വീണ്ടും പറയാം. എങ്കിലും ഡോപ്പമിൻ കോൺസെൻട്രേഷനെയും കൂടെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ റെഗുലറായിട്ട് എക്സർസൈസ് ചെയ്യുന്ന കുട്ടികളുടെ ബ്രെയിനിലെ ഡോപ്പമിൻ അല്പം ആരോഗ്യകരമായ രീതിയിൽ കൂടി നിൽക്കും. അവരുടെ ശ്രദ്ധയും ഏകാഗ്രതയും കൂടുതലായിരിക്കും. റെഗുലർ എക്സർസൈസ് ചെയ്യുന്ന കുട്ടികളുടെ തലച്ചോറിലെ എൻഡോർഫിൻസ് എന്ന് പറഞ്ഞ ചില രാസവസ്തുക്കളുണ്ട്. എൻഡോർഫിൻസ്, എൻകഫാലിൻസ് എന്നൊക്കെ പറയും. ഇത് കൂടി നിൽക്കും. അത് അവരെ കൂടുതൽ സന്തുഷ്ടരാക്കും. അപ്പോൾ ഒരു ജീവിതത്തിലൊരു വിഷമകരമായ ഒരു അനുഭവം വന്നാലും പെട്ടെന്ന് അവർ തളർന്നു പോവുകയോ പെട്ടെന്ന് അവർ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുകയോ ഒക്കെ ഉള്ള സാധ്യത കുറവാണ്. റെസിലിയൻസുമായിട്ട് കണക്റ്റഡ് ആണ്. 3, ഈ റെഗുലർ എക്സർസൈസ് ചെയ്യുന്ന കുട്ടികളുടെ ബ്രെയിനിലെ ബ്ലഡ് ഫ്ലോ കൂടുതലായിരിക്കും. അവർ കൂടുതൽ എനർജറ്റിക് ആയിരിക്കും, ഊർജ്ജസ്വലരായിരിക്കും. ഈ 3 കാര്യങ്ങളും ട്രെഡ്മില്ലിൽ ഓടിയാലും കിട്ടും. പക്ഷെ 4മതൊരു കാര്യം കൂടെ ഉണ്ട്. സൂര്യപ്രകാശം കൊണ്ടാൽ മാത്രം കിട്ടുന്ന സംഭവം, അതാണ് വൈറ്റമിൻ ഡി. അപ്പോൾ വൈറ്റമിൻ ഡി ഇന്ന് വലിയ ചർച്ചാ വിഷയമാണ്. രോഗപ്രതിരോധ ശേഷിക്കും എല്ലുകളുടെയും പല്ലുകളുടെയും ബലത്തിനും കായികക്ഷമതയ്ക്കും ബ്രെയിനിൻ്റെ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് എന്ന് പറയും. അതായത് വിജ്ഞാന വിശകലന ശേഷി. ഒരു കാര്യം കേട്ട് അതിൻ്റെ അർത്ഥം ഗ്രഹിച്ച് മനസ്സിലാക്കി അതിൻ്റെ ഉത്തരം എന്താണെന്ന് ഓർമ്മയിൽ പരതി കണ്ടെത്തി അതിനനുയോജ്യമായ വാക്ക് കണ്ടെത്തി ആ വാക്കുകളെ ഘടിപ്പിച്ചൊരു വാചകമാക്കി എക്സ്പ്രസ് ചെയ്യുന്ന 5 സ്റ്റെപ്പുള്ളൊരു പ്രോസസ്സാണ്. പക്ഷേ വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് അങ്ങ് നടക്കുകയാണ്. അപ്പോൾ സൂര്യപ്രകാശം റെഗുലറായിട്ട് കൊണ്ടാലേ വൈറ്റമിൻ ഡിയുടെ ഉൽപ്പാദനം നടക്കുകയുള്ളൂ. ഇത് പറയാൻ കാര്യം, ഞങ്ങൾ കോവിഡ് കഴിഞ്ഞ സമയത്തൊരു പഠനം നടത്തിയുണ്ടായി. ഒരു 600 കൗമാരപ്രായക്കാരിൽ. ഇവരൊക്കെ തന്നെ ശ്രദ്ധ കുറയുന്നു, ഓർമ്മ കുറയുന്നു, ക്ഷീണം, പകലുറക്കം, ഇത്തരം പരാതികളുമായി വന്ന കുട്ടികളാണ്. കോവിഡിന് മുൻപ്, ഈ ലോക്ക്ഡൗൺ വരുന്നതിന് മുമ്പ് നന്നായി പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികളുമാണ്. അപ്പോൾ ഇവർ പലരും ഡിജിറ്റൽ അഡിക്ഷൻ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അത്ര മൊബൈൽ അടിമത്തത്തിലേക്ക് പോയിട്ടില്ലായിരുന്നു ഈ കുട്ടികൾ. നമ്മളത് പരിശോധിച്ച് നോക്കിയപ്പോഴാണ് ഇവരിൽ ഭൂരിപക്ഷം 86% പേരുടെയും വൈറ്റമിൻ ഡി 10-ൽ താഴെയായിരുന്നു. 86%. അത് സപ്ലിമെൻ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവരുടെ ഈ പ്രശ്നങ്ങളൊക്കെ മാറുകയും ചെയ്തു. അപ്പോൾ ഈ വൈറ്റമിൻ ഡി കിട്ടണമെങ്കിൽ സൂര്യപ്രകാശം കൊള്ളണം. ബാക്കിയുള്ള ഗുണങ്ങളെല്ലാം ട്രെഡ്മില്ലിൽ ഓടിയാലും ജിമ്മിൽ വർക്കൗട്ട് ചെയ്താലും കിട്ടും. ഇതാണ് അതിൻ്റെ വാസ്തവം. സൺലൈറ്റ് പ്ലേസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ. വളരെ ഇമ്പോർട്ടൻ്റ് റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. റിസോഴ്സിയോ പലപ്പോഴും പാരൻസിൻ്റെ ഓറിയൻറ്റേഷൻ പ്രോഗ്രാമുകളും അതുപോലെ തന്നെ ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമുകളൊക്കെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഞങ്ങൾ ചിലതൊക്കെ കോർഡിനേറ്റ് ചെയ്യാറുണ്ട്. ഈ പ്രോഗ്രാമുകളിലൊക്കെ സ്ഥിരമായിട്ട് ടീച്ചേഴ്സും പാരൻസും പറയുന്നതെന്ന് പറഞ്ഞാൽ പോരാ, അതൊരു പരാതിപ്പെടുന്ന ഒരു കാര്യമാണ് ഈ ജെൻസിയിലുണ്ടാവുന്ന അവരുടെ ഒരു വളരെ വികാരപരമായിട്ട് കാര്യങ്ങളെ നേരിടുന്ന ഒരവസ്ഥ. അവർ ചെറിയ സംഭവങ്ങളാണെങ്കിലും അവർ ഭയങ്കര ഹൈപ്പോട് കൂടിയിട്ട് സംസാരിക്കും. ഇത് ശരിക്കൊരു അവരുടെ ഒരു സ്വഭാവത്തിൻ്റെ പ്രത്യേകതയാണോ, അതൊരു സ്വഭാവ ദൂഷ്യമാണോ, അതോ ഇതിൻ്റെ അകത്തൊരു ന്യൂറോബയോളജിക്കൽ ഇൻ്റർവെൻഷൻ എവിടെയെങ്കിലും സംഭവിക്കുന്നുണ്ടോ? ഇത് കാലഘട്ടത്തിൻ്റെ ഒരു അവസ്ഥയാണ് എന്ന് പറയുന്നതാണ് നല്ലത്. കാരണം ഒരു 50 കൊല്ലത്തിന് മുമ്പുള്ള ഒരു കൗമാരപ്രായക്കാർ ഒരു ലോകത്തെ മനസ്സിലാക്കിയിരുന്ന വായനയിലൂടെയാണ്. അപ്പോൾ വായനയിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഒരു സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വിഷ്വൽസ് ഇല്ല, നമുക്ക് ഇമാജിൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ ബ്രെയിനിൻ്റെ ചില ഏരിയാസ് അല്പം ഒന്ന് വർക്ക് ചെയ്യണം, എങ്കിൽ മാത്രമേ ഈ വായിക്കുന്ന കഥയെ വിഷ്വലൈസ് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യം അനുസരിച്ച് അത് വിഷ്വലൈസ് ചെയ്തെടുക്കാം. അതല്പം ബ്രെയിൻ ഒന്ന് ആക്റ്റീവ് ആകാനും ക്രിയേറ്റിവിറ്റി കൂടാനും സഹായിക്കുന്നൊരു കാര്യം. അപ്പോൾ ഇപ്പോഴത്തെ ജനറേഷൻ്റെ ഏറ്റവും വലിയ ലിമിറ്റേഷൻ, അല്ലെങ്കിൽ അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ ഒരു ലിമിറ്റേഷനായി മാറുന്ന ഇതാണ്. മോസ്റ്റ് ഓഫ് ദ മെറ്റീരിയൽസ് ആർ അവൈലബിൾ ആസ് വിഷ്വൽസ്. അപ്പോൾ ഈ വിഷ്വൽ ഇങ്ങനെ കാണുമ്പോൾ ഉള്ളൊരു പ്രശ്നം, ഇനി വേറെ ക്രിയേറ്റിവിറ്റിക്ക് ബാക്കിയൊന്നും ഇല്ല, അവസരമില്ല. മാത്രമല്ല ഇപ്പോൾ അവരുടെ മുൻപിലേക്ക് എത്തുന്ന മെറ്റീരിയൽസ് പലതും ഹൈപ്പർ ഇമോഷണൽ കണ്ടൻ്റ് ഉള്ളതാണ്. നേരത്തെ സൂചിപ്പിച്ച ഓൺലൈൻ ഗെയിംസ് ഹൈ സ്പീഡിലായതുപോലെ ഈ കുട്ടികളെ സ്വാധീനിക്കണമെങ്കിൽ വളരെ ഇമോഷണൽ എക്സ്പ്രസീവായ കണ്ടൻറ്റ് ഉണ്ടെങ്കിലേ പറ്റുകയുള്ളൂ. അതായത് ഈ ഓൺലൈൻ ഗെയിമുകളോടാണ് സിനിമകൾക്കും മറ്റ് വിഷ്വൽ ക്രിയേറ്റീവ് മീഡിയകൾക്കും കമ്പീറ്റ് ചെയ്യേണ്ടത്. അത് ഇമോഷണൽ എക്സ്പ്രഷൻ കുറച്ച് കൂടുതലായിരിക്കും. വയലൻസ്, ഇപ്പോൾ സിനിമകളിലെ വയലൻസിനെ കുറിച്ച് നമ്മൾ കുറച്ച് നാൾ മുൻപൊക്കെ വ്യാപകമായി ചർച്ച ചെയ്തിരുന്നൊരു വിഷയമാണല്ലോ. അപ്പോൾ ഈ വയലൻസ് എന്ന് പറയുന്നത് ഈ ഓൺലൈൻ ഗെയിമുകളിൽ കാണുന്ന വയലൻസിനോട് കിടപിടിക്കുന്ന തരം വയലൻസ് കൊടുത്താലേ ഈ ഒരു തലമുറയെ ക്യാപ്റ്റിവേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞൊരു അവസ്ഥ വരികയാണ്. ശബ്ദം പോലും അത്രയും ഭീകരമായിരിക്കും. ശബ്ദവും ചലനങ്ങളുടെ വേഗതയും ഒരു വ്യക്തി ഉപയോഗിക്കുന്ന ഒരു അക്രമത്തിൻ്റെ ഭീകരത, ഉപകരണങ്ങൾ, തോക്കായാലും വെട്ടാൻ ഉപയോഗിക്കുന്ന സംഗതികളായാലും നിരവധി ആളുകളെ
കൈകാര്യം ചെയ്യുന്നതും ക്രൂരതയുടേതായിട്ടുള്ള ഒരുപാട് രംഗങ്ങൾ ഇങ്ങനെ നിരന്തരം വിഷ്വൽസായിട്ട് കാണാൻ പറ്റും. സ്വാഭാവികമായും ഇതെല്ലാം ഈ കാണുന്ന തലമുറയെ സ്വാധീനിക്കുക എന്നുള്ളത് വളരെ സ്വാഭാവികമായ കാര്യം മാത്രമാണല്ലോ. അത് അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഈ മെറ്റീരിയൽ എല്ലാം നിർമ്മിക്കുന്നതാരാ? ജെൻസിയാണോ? അല്ല. അതാണ് പ്രശ്നം. അപ്പോൾ നമ്മൾ ജെൻസിയുടെ നേരെ വിരൽ ചൂണ്ടുമ്പോൾ തിരിച്ചിങ്ങോട്ടൊരു വിരൽ ചൂണ്ടേണ്ട ഒരു സാഹചര്യം കൂടെ അവിടെ വരുന്നുണ്ട്. ജെൻസിയെ കൺസ്യൂമേഴ്സായിട്ട് നമ്മൾ കാണുമ്പോൾ അവരുടെ ആ ഇമോഷണലെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ നമ്മൾ കൊടുക്കുമ്പോൾ സ്വാഭാവികമായി അല്ലേ, ഇപ്പോൾ ഇത്തരം ഒരു സിനിമ നിർമ്മിക്കുന്ന അല്ലെ സംവിധാനം ചെയ്യുന്ന ആളുടെ വീട്ടിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രോജനി അദ്ദേഹത്തിന് നേരെ ഈ ഇമോഷണൽ റെസ്പോൺസ് കാണിക്കുക എന്നുള്ളത് വളരെ സ്വാഭാവികമാണ്. അപ്പോൾ സാർ എന്തായാലും പറഞ്ഞു വരുന്നത് വായനയിലേക്ക് തന്നെ തിരിച്ചു പോകുന്നതിൻ്റെ ഒരുപാട് ഗുണങ്ങളുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. ഒരു മിനിറ്റ് എനിക്കിവിടെ രക്ഷിതാക്കളോടൊന്ന് പറയാനുണ്ട്. രക്ഷിതാക്കളോടും പാരൻസിനോടും എനിക്ക് ഉറപ്പിച്ച് പറയേണ്ട ഒരു കാര്യമാണ്, കുട്ടികളെ തിരിച്ച് വായനയുടെ ലോകത്തിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു മാറ്റം കുട്ടികളുണ്ടാവൂ. അതൊന്ന് ഊന്നി പറയാൻ ഞാൻ സാറിൻ്റെ വാക്കുകളെ കൂടെ ഇവിടെ കടമെടുക്കുകയാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു കുട്ടി എന്നോട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. സാർ, അങ്കിളെ, ഈ വായന ഭയങ്കര ബോറിംഗ് അല്ലേ? ഞാൻ കിൻഡിലൊക്കെ വായിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ഒരു മിനിറ്റ് കൊണ്ട് ഈ ഒരു 10 പേജുള്ള കാര്യങ്ങൾ എനിക്ക് ഒരു വിഷ്വലി കൂടെ കിട്ടുമെങ്കിൽ ഞാൻ പിന്നെ എന്തിനാണ് വായിച്ചിട്ട് എൻ്റെ ബ്രെയിനിനെ ഓവർ സ്ട്രെയിൻ ചെയ്യിക്കുന്നത്? ചോദിച്ചതൊരു 5ാം ക്ലാസ്സുകാരിയാണ് കേട്ടോ. സാറിൻ്റെ ഒരു അഭിപ്രായം എന്താണ്? വളരെ ഇൻ്റലിജൻറ്റ് ക്വസ്റ്റ്യൻ അല്ലേ അത്. കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വിമാനമില്ലാത്ത കാലത്ത് കാളവണ്ടിയിൽ പൊയ്ക്കൊണ്ടിരുന്നു. ഇന്നിപ്പോൾ വിമാനം ഉള്ളപ്പോൾ കാളവണ്ടിയിൽ ഇങ്ങനെ യാത്ര ചെയ്യേണ്ട കാര്യമുണ്ടോ? വിമാനത്തിൽ കയറിപ്പോയാൽ പെട്ടെന്ന് എത്തില്ലേ? എത്തും. പക്ഷേ വിമാനത്തിൽ കയറിപ്പോയ ആൾ അതിന് ശേഷം അവിടെ പോയി 5 സ്റ്റാർ ഹോട്ടലിൽ സെറ്റിൽ ഡൗൺ ചെയ്ത ശേഷം ട്രാക്ക് സ്യൂട്ടും ഒക്കെ ഇട്ടുകൊണ്ട് നടക്കാൻ പോകുന്നു. എന്തിനാ പോകുന്നത്? ആ നടത്തമെന്ന് പറഞ്ഞൊരു സംഗതി നമ്മുടെ ശരീരത്തിനത് ആവശ്യമാണെന്നുള്ളതുകൊണ്ടാണ്. അയാൾ നടക്കാതിരുന്നാൽ എന്ത് പറ്റും? നടത്തം എന്ന് പറഞ്ഞൊരു സംഗതി പൂർണ്ണമായിട്ട് അങ്ങ് നിർത്തിയാൽ എന്ത് പറ്റും? അത് ആരോഗ്യത്തെ ബാധിക്കും. അതുകൊണ്ടാണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ നമുക്കൊരാവശ്യം വരുന്ന ഇപ്പോൾ പഠനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംഗതിയാണ്. ചുരുങ്ങിയ സമയം കൊണ്ട് മാക്സിമം ഇൻഫർമേഷൻ കിട്ടാൻ ഈ വിഷ്വൽ മീഡിയ സഹായകമായേക്കും. ഗുണകരമാണ് ഒരു പരിധിവരെ. പക്ഷേ നമ്മൾ വായിക്കാതെ പൂർണ്ണമായി വായന അങ്ങ് വിട്ട് കഴിഞ്ഞാൽ എക്സർസൈസ് ചെയ്യാതെ സ്ഥിരമായി ഫ്ലൈറ്റിൽ മാത്രം യാത്ര ചെയ്യുന്നൊരു മനുഷ്യൻ്റെ അവസ്ഥയായിരിക്കും. സ്ഥിരമായി ഫ്ലൈറ്റിൽ മാത്രം യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യൻ നടക്കുന്നേ ഇല്ലെങ്കിൽ ഒരു മെഡിക്കൽ സയൻസിൽ ഡീപ്പ് വെയിൻ ത്രോംബോസിസ് എന്ന് പറഞ്ഞൊരു അവസ്ഥ വരും. കാരണം ഈ രക്തമെല്ലാം ഇങ്ങനെ കട്ട പിടിച്ചിട്ട്, ഈ അശുദ്ധ രക്തക്കുഴലുകളിൽ രക്തം കട്ട പിടിച്ചിട്ട് അത് ഡിസ്ലോഡ് ചെയ്തിട്ട് ഹൃദയത്തിലേക്കും ശ്വാസകോശത്തിലേക്കും ഉള്ള രക്തക്കുഴലുകളെ വന്ന് അടഞ്ഞിരുന്നിട്ട് പെട്ടെന്ന് ചിലപ്പോൾ സ്ട്രോക്ക് വരാം, മരണം വരാം, ഇങ്ങനെയൊക്കെ വരും. അപ്പം അത് ഒഴിവാക്കാനാണ് ഈ ഫ്ലൈറ്റിൽ ഗ്ലോബ് ട്രോട്ട് ചെയ്യുന്ന ആളുകൾ പോലും അതിനിടയ്ക്ക് കിട്ടുന്ന സമയത്ത് നടക്കുന്നത്, ട്രെഡ്മില്ലെങ്കിലും നടക്കുന്നു. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഈ വിഷ്വൽ മീഡിയയിലൂടെ ഒരുപാട് കാര്യങ്ങൾ കിട്ടും. നമുക്ക് സൗകര്യമാണ്, നമുക്കൊരു ടൈം ലിമിറ്റഡായ സമയത്ത് അത് ഗുണകരമാണ്. പക്ഷേ എങ്കിലും ഈ ബ്രെയിൻ മുരടിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വായന എന്ന് പറഞ്ഞൊരു സംഗതി ആവശ്യമാണ്. ഇപ്പോൾ 1986 ആ കാലഘട്ടത്തിൽ വന്ന ഒരു വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പഠനമുണ്ട്, നൺ സ്റ്റഡി എന്ന് പറയും. അതിൻ്റെ ഫലം പബ്ലിഷ് ചെയ്ത് ഒരുപാട് കാലം, 16 കൊല്ലം കഴിഞ്ഞിട്ടാണ് ആ കാലഘട്ടത്തിൽ അത് തുടങ്ങിയത്. കന്യാസ്ത്രീകളിൽ നടത്തിയൊരു പഠനമാണ് മറവി രോഗവുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ ഇതിൽ അമേരിക്കയിലൊരു വലിയ കന്യാസ്ത്രീ മഠത്തിൽ അവിടെ വരുന്ന 20 വയസ്സ് ശരാശരി പ്രായമുള്ള കന്യാസ്ത്രീമാരോടൊക്കെ അവിടുത്തെ മദർ സുപ്പീരിയർ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചു. നിങ്ങളുടെ ഇത്രയും നാളത്തെ ജീവിതത്തെക്കുറിച്ച് ഉള്ളൊരു ഓട്ടോബയോഗ്രഫിക്കൽ അക്കൗണ്ട്, ഒരു ആത്മകഥാപരമായൊരു ലേഖനം 4 പേജിൽ കവിയാതെ എഴുതിത്തരാൻ പറഞ്ഞു. ഇതെല്ലാം അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചു. കന്യാസ്ത്രീ മഠമായതുകൊണ്ട് ഇവർക്ക് എത്ര വയസ്സിൽ ഷുഗർ വന്നു, പ്രഷർ വന്നു, എത്ര വയസ്സിൽ ഹാർട്ട് അറ്റാക്ക് വന്നു, എത്ര വയസ്സിൽ മറവി രോഗം വന്നു, എപ്പോൾ മരിച്ചു, എല്ലാ ഡോക്യുമെൻറ്റ്സും അവൈലബിളാണ്. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ചില മനഃശാസ്ത്ര ഗവേഷകർ ഇതെല്ലാം എടുത്തൊന്ന് പരിശോധിച്ചപ്പോൾ കണ്ടൊരു കാര്യം, ഈ 20 വയസ്സിൽ എഴുതിയ ഓട്ടോബയോഗ്രഫിക്കൽ ലേഖനത്തിൻ്റെ ലിംഗ്വിസ്റ്റിക് ഡെൻസിറ്റി, ഭാഷാപരമായ സാന്ദ്രത, മനോഹരമായ ഭാഷയിൽ ഈ കാര്യങ്ങൾ എഴുതിയ വ്യക്തികളിൽ വളരെ ചെറിയ ശതമാനം ആളുകൾക്ക് 70 വയസ്സിന് ശേഷം മറവി രോഗം വന്നുള്ളൂ. മറിച്ച് ബ്രോക്കൺ ലാംഗ്വേജിൽ എന്തൊക്കെയോ എഴുതി വെച്ചു. അങ്ങനെയുള്ള ആളുകളിൽ ഒരു 80% പേർക്ക് 70 വയസ്സ് കഴിഞ്ഞപ്പോൾ അൽസൈമേഴ്സ് പോലെയുള്ള മറവി രോഗം വരികയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ബ്രെയിനിന് നമ്മൾ കൊടുക്കുന്ന വളരെ നല്ലൊരു എക്സർസൈസാണ് വായന. ആ വായന എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ച നമ്മുടെ ക്രിയേറ്റിവിറ്റിയെ കൂട്ടും. ആ ക്രിയേറ്റിവിറ്റിയെ കൂട്ടുക മാത്രമല്ല,
വാർദ്ധക്യത്തിൽ മറവി രോഗം അടക്കമുള്ള കാര്യങ്ങളെ പ്രതിരോധിക്കാൻ പോലും സഹായിക്കുന്ന ഒരു എക്സർസൈസാണ്. സോ ഇറ്റ്സ് എ ബ്രെയിൻ എക്സർസൈസ്. അത് സ്ട്രെയിൻ ആകാതെ നോക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അപ്പോൾ സ്ട്രെയിൻ എന്ന വാക്ക് ആ കുട്ടി ഉപയോഗിച്ചു അല്ലേ. ഇപ്പോൾ 8 മണിക്കൂർ നേരം നമ്മൾ ട്രെഡ്മില്ലിൽ ഓടിയാൽ സ്ട്രെയിൻ ആവും. അത് എപ്പം നിർത്തണം നമുക്ക് തീരുമാനിക്കാം. ഒരു വായനയുടെ സമയവും നമ്മൾ ക്രമീകരിച്ച് വയ്ക്കണം. പക്ഷേ വായന ഡെഫിനറ്റ്ലി ഇറ്റ്സ് എൻ എക്സലൻറ്റ് എക്സസൈസ് ഫോർ ദ ബ്രെയിൻ. ഞാൻ വായനയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടെ ഒന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുക. പല പാരൻസും ഞങ്ങളോട് പറഞ്ഞിരുന്നു, കുട്ടികൾക്കിപ്പോൾ വായിക്കാനൊന്നും സമയമില്ല, അവർക്ക് പരീക്ഷയ്ക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. എന്നിട്ട് അവർ വളരെ കൺവീനിയൻ്റ് ആയിട്ട് പറഞ്ഞൊരു കാര്യമായിരുന്നു, ഈ പാഠപുസ്തകം ഒരു വായന തന്നെയല്ലേ, അപ്പോൾ വായനയിൽ കൂടെ എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് പറയുന്നത് ഈ പാഠപുസ്തകങ്ങളിൽ കൂടിയും അവർക്ക് കിട്ടുന്നുണ്ടല്ലോ, പിന്നെ ഒരു വായന വേണോ എന്നുള്ളൊരു ചോദ്യം അവർ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു രക്ഷിതാക്കളോട് എനിക്കൊന്ന് കൺവേ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഈ ചെറുപ്പത്തിലുള്ള വായനയുടെ പ്രത്യക്ഷമായിട്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഇങ്ങനെ ഒരു വായനാശീലം കുട്ടികൾ ഡെവലപ്പ് ചെയ്താൽ ഒരു കുട്ടിയിലുണ്ടാവുന്ന എന്തൊക്കെ പോസിറ്റീവ് ഔട്ട്കംസ് ആണ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുക? ഒന്ന്, നമ്മൾ വിഷ്വൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. അതായത് നമ്മളൊരു കാര്യം കേൾക്കുമ്പോൾ അതിനെ ദൃശ്യവൽക്കരിക്കാനുള്ളൊരു കഴിവാണ്. ഇത് വളരെയധികം ഗുണകരമായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഈ റെഗുലറായിട്ട് വായനാശീലമുള്ള കുട്ടികളിൽ ഇത് കുറച്ച് കൂടുതലായിരിക്കും. അങ്ങനെയുള്ള കുട്ടികൾ പൊതുവെ കൂടുതൽ ക്രിയേറ്റീവ് ആയിരിക്കും. ഈ ക്രിയേറ്റീവ് ആകുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഒരു സാഹിത്യം എഴുതുക എന്നുള്ള മാത്രമല്ല, ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അതിൻ്റെ സൊല്യൂഷൻസ് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ആ സൊല്യൂഷൻസ് ചിന്തിക്കുമ്പോൾ ഈ വായന കുറവുള്ള ആളുകൾ അവർ കണ്ടെത്തുന്ന സൊല്യൂഷൻസിനേക്കാൾ കൂടുതൽ വൈഡായിരിക്കും, കൂടുതൽ വ്യത്യസ്തമായിരിക്കും ഈ റെഗുലർ വായനയുള്ള കുട്ടികൾ കണ്ടെത്തുന്ന സൊല്യൂഷൻസ്. ഇതിൻ്റെയൊക്കെ യഥാർത്ഥ ഗുണം വരാൻ പോകുന്നത് ഒരുപക്ഷെ അവർ ഒരു ജോലി ചെയ്ത് തുടങ്ങുമ്പോഴായിരിക്കും. അപ്പോൾ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുന്നതിൽ വലിയ വ്യത്യാസമൊന്നും വരണമെന്നില്ല. എക്സ്ട്രാ റീഡിംഗ് ഉള്ള ആളിന് കൂടുതൽ മാർക്ക് കിട്ടണമെന്നില്ല. പക്ഷെ നാളെ ഒരു കാലത്ത് അദ്ദേഹം സിവിൽ സർവീസോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു വളരെ തീവ്രമായൊരു മത്സര പരീക്ഷയ്ക്ക് പോകും. ഈ കുട്ടിക്കാലത്ത് വായിച്ച സംഗതികൾ മൊത്തം ഗുണം വരും ആ സമയത്ത്. അയാൾ ജോലിക്ക് ചേർന്നതിന് ശേഷം ആളുകളെ ഹാൻഡിൽ ചെയ്യുക അല്ലേ, ഈ വായനാശീലം വളരെയധികം ഗുണം ചെയ്യും അത്തരം സിറ്റുവേഷനിൽ. ഒരു ക്രൈസിസ് വരുമ്പോൾ ആ ക്രൈസിനെ മറികടക്കാൻ എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കാനുള്ള ഒരു കഴിവ് അതും വായനാശീലമുള്ള ആളുകളിൽ കൂടുതലായിരിക്കും. മാത്രമല്ല ഈ വായനാശീലമുള്ള ആളുകൾ കുറച്ചുകൂടെ ഇമോഷൻസിനെ സ്ലോ ആയിട്ട് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നവരായിരിക്കും. ഒരു സിനിമയിൽ നമ്മളൊരു മരണത്തിൻ്റെ രംഗം കണ്ടു, കരയുന്ന രംഗം കണ്ടു, നിമിഷാർത്ഥം കൊണ്ടത് മാറിപ്പോയി. പക്ഷേ വായിക്കുന്ന ഒരു നോവലിൽ അത്തരം ഒരു രംഗം വന്നാൽ അത് അല്പം കൂടെ അതിലോട്ട് ഇമേഴ്സ് ചെയ്തിട്ട് അവർ കൂടുതൽ, ഈ വായനാശീലമുള്ള ആളുകൾ കൂടുതൽ എംപത്തറ്റിക് ആകാൻ സാധ്യതയുണ്ട്, കൂടുതൽ അനുതാപമുള്ളവരാകാൻ സാധ്യതയുണ്ട്. ഇനി മാതാപിതാക്കളുടെ ആംഗിളിൽ നിന്ന് പറഞ്ഞാൽ നന്നായി വായിക്കുന്ന നല്ല നല്ല പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന ശീലമുള്ള കുട്ടികൾ പൊതുവേ വാർദ്ധക്യത്തിൽ മാതാപിതാക്കളെ നന്നായി സംരക്ഷിക്കാൻ സാധ്യത കൂടുതലാണ്. ആ രീതിയിൽ പറയുന്നതാണ് അതിനെ ഒന്ന് സമ്മപ്പ് ചെയ്യുമ്പോൾ നല്ലത്. അതുപോലെ തന്നെ കുട്ടികളുമായിട്ട് ഞങ്ങൾ ഇടപെട്ടപ്പോൾ മനസ്സിലാക്കിയ ഒരു പ്രധാനപ്പെട്ട കാര്യം, അത് സാറിൻ്റെ ഒരു അഡ്വൈസ് അവിടെ നല്ലതാണെന്ന് തോന്നി. 2 ഏരിയയിൽ നമ്മുടെ കുട്ടികൾ ഒരല്പം ഒന്ന് അന്താളിക്കുന്നുണ്ട് എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട്. അവരൊന്ന് കൺഫ്യൂസ്ഡ് ആണെന്ന് തോന്നിയിട്ടുണ്ട്. ഒന്ന്, ഈ ക്രിറ്റിസിസത്തിനെ എങ്ങനെ ടേക്കപ്പ് ചെയ്യണം എന്നുള്ളത്. 2, ഫെയിലിയറിനെ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളത്. ഇത് രണ്ടും ഭയങ്കര ബുദ്ധിമുട്ടുള്ള പോലെയാണ് തോന്നുന്നത്. കുട്ടികളോടൊരു കാര്യം അതൊരു സ്ലൈറ്റ് ക്രിറ്റിസിസം ആണെങ്കിൽ പോലും, കൺസ്ട്രക്റ്റീവ് എന്നുള്ള വാക്കൊക്കെ നമുക്ക് മാറ്റി വയ്ക്കാം, ഒരു ക്രിറ്റിസിസത്തിൻ്റെ ഒരു ചെറിയൊരു ഷെയ്ഡ് വന്നാൽ പോലും അത് ഉൾക്കൊള്ളാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പോലെ, സ്വന്തം അച്ഛനിൽ നിന്നായാലും അമ്മയിൽ നിന്നായാലും അധ്യാപകരിൽ നിന്നായാലും. അതുപോലെ തന്നെ തോറ്റുപോകുക എന്ന് പറയുന്നത് എന്തോ ജീവിതത്തിൻ്റെ അവസാനമാണ് എന്നുള്ളൊരു ഫീല്. ഈ 2 കാര്യങ്ങളും ഒരേ രീതിയിലാണോ ഹാൻഡിൽ ചെയ്യേണ്ടത്, അതോ ഇതിന് പ്രത്യേകമായിട്ടുള്ളൊരു കാര്യമുണ്ടോ? എങ്ങനെയാണ് ഇവരിതിനെ ഹാൻഡിൽ ചെയ്യേണ്ടത്? ശരി, ഈ കോവിഡിൻ്റെ സമയത്ത് നമ്മളൊരു സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വൈറലായൊരു പോസ്റ്റ് കണ്ടിരുന്നു. ചെറുപ്പം തൊട്ട് എല്ലാ പരീക്ഷകൾക്കും 1ാം റാങ്ക് കിട്ടിയ ഉന്നതമായ ഒരു എഞ്ചിനീയറിംഗ് സ്ഥാപനത്തിൽ നിന്ന് ഉന്നത ബിരുദം നേടിയ ഒരു വ്യക്തി, അമേരിക്കയിൽ പോയൊരു വ്യക്തി. അയാളുടെ ജീവിതത്തിൽ വെച്ചടി കയറ്റമാണ്. ജീവിതത്തിൽ ആദ്യമായിട്ട് അദ്ദേഹത്തിന് ഒരു തിരിച്ചടി വന്നത് കോവിഡിൻ്റെ സമയത്താണ്. കാരണം കോവിഡിൻ്റെ സമയത്ത് സാമ്പത്തിക പ്രതിസന്ധികൾ വന്നുകൊണ്ട് കമ്പനികൾക്ക് പലതും ശമ്പളം വെട്ടിക്കുറയ്ക്കേണ്ടി വന്നു. പക്ഷേ ശമ്പളം വെട്ടിക്കുറച്ചത് ഒരു ആഗോള പ്രതിഭാസത്തിൻ്റെ പ്രതിഫലനമാണ്. അത് ഇദ്ദേഹത്തിൻ്റെ കോമ്പിറ്റൻസിൻ്റെ റിഫ്ലക്ഷനേ ആയിരുന്നില്ല. പക്ഷേ ആ വ്യക്തി അത് സ്വന്തം കോമ്പിറ്റൻസിൻ്റെ ഒരു വിഷയമായിട്ടെടുത്ത് അദ്ദേഹം ഡിപ്രഷനിലേക്ക് സ്ലിപ്പ് ചെയ്ത് സൂയിസൈഡ് ചെയ്തൊരു സംഭവം ഉണ്ടായി. അപ്പോൾ ഇത്തരം സംഗതികളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്, താങ്കൾ സൂചിപ്പിച്ച പോലെ കുട്ടികളെ പരാജയവും എന്ന യാഥാർത്ഥ്യവുമായിട്ട് പൊരുത്തപ്പെടാൻ നമ്മൾ പരിശീലിപ്പിക്കേണ്ടിയിരിക്കുന്നു. പേരൻറ്റിങ്ങിൻ്റെ ഒരു പ്രധാന ലക്ഷ്യം അതാണ്. പരാജയമാണ് ഒരു യാഥാർത്ഥ്യം,
ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പരാജയപ്പെടേണ്ടി വരും. ഇനി പ്രൊഫഷണൽ ജീവിതത്തിൽ ഉടനീളം വിജയിച്ചൊരു വ്യക്തി ചിലപ്പം ജീവിത പങ്കാളിയുടെ മുമ്പിൽ പരാജയപ്പെടേണ്ടി വരും, അല്ലെ സ്വന്തം മക്കളുടെ മുമ്പിലെങ്കിലും പരാജയപ്പെടേണ്ടി വരും. പിന്നെ മരണം എന്ന് പറഞ്ഞൊരു യാഥാർത്ഥ്യം ഉണ്ടല്ലോ, അതാണല്ലോ ജനിച്ചു കഴിഞ്ഞാൽ ഏക അൾട്ടിമേറ്റ് റിയാലിറ്റി അതാണല്ലോ. അതിനിടയിൽ നമ്മൾ കുറച്ച് പർപ്പസ് കണ്ടെത്താനുള്ള പരിശ്രമങ്ങളാണല്ലോ ഈ പറഞ്ഞ ബാക്കി എല്ലാത്തരം അഭ്യാസങ്ങളും. അപ്പം അതുകൊണ്ട് ആ ഫെയിലിയർ എന്നൊരു സംഗതി ഒരു അപൂർവ സംഭവമല്ല, ഒരു മോശപ്പെട്ട കാര്യവുമല്ല, അതൊരു സ്വാഭാവികമായ ഒരു അവസ്ഥയാണ്. അപ്പോൾ ഈ ഫെയിലിയർ എന്നൊരു സംഗതിയുമായിട്ട് കുട്ടികളെ പരിചയപ്പെടുത്താൻ ഏറ്റവും നല്ല കാര്യം ഈ പ്ലേ ഗ്രൗണ്ട് ആക്ടിവിറ്റികൾ കളിക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം കളിക്കുമ്പോൾ ഉള്ള ഗുണമെന്ന് വെച്ചാൽ കളിയിൽ ജയവും തോൽവിയും വരും. നമ്മുടെ ആഗ്രഹങ്ങൾ ചിലപ്പോൾ നിഷേധിക്കപ്പെടും. മറ്റു ചില ആളുകളെല്ലാം കൂടെ ഗാങ് അപ്പ് ചെയ്ത് നമുക്കെതിരെയൊക്കെ പ്രവർത്തിക്കും. ഇതെല്ലാം എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആണ്, അനുഭവാത്മക പഠനമാണ്. കളിയിൽ തോറ്റ് കഴിഞ്ഞ് നമ്മൾ ഇരുന്നുകൊണ്ട് തൂങ്ങിച്ചാകാൻ കയർ അന്വേഷിക്കാറില്ല. കാരണം അടുത്ത കളിയിൽ ജയിക്കാം, അതൊരു പാർട്ട് ഓഫ് ദ ഗെയിമായിട്ട് അക്സെപ്റ്റ് ചെയ്യും. എന്നാൽ ജയിച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് വലിയ കിരീടം കിട്ടിയ ഒരു ഫീലും വരത്തില്ല, കാരണം അടുത്ത കളിയിൽ തോക്കാം. അപ്പോൾ ഈ കളിക്കാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 2 മണിക്കൂറെങ്കിലും കളിക്കാൻ വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുമ്പോഴുണ്ടാകുന്നൊരു ഗുണം ഈ പറഞ്ഞൊരു എക്സ്പീരിയൻഷ്യൽ ലേണിങ് അവിടെ വരികയാണ്. തോൽവി എന്ന് പറയുന്നത് ഓക്കെയാണ്, അടുത്തത് ജയത്തിലേക്ക് പോകാം. ജയം എന്ന് വന്നു പറഞ്ഞാൽ അഹങ്കരിക്കേണ്ട കാര്യമില്ല, അടുത്ത തോൽവിയിലേക്ക് പോകും. ഇതെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. ഇതൊന്നും പെർമനൻ്റ് അല്ല, സ്ഥായി അല്ല എന്നൊരു തിരിച്ചറിവിലേക്ക് കുട്ടി വരികയാണ്. പക്ഷേ ഇവിടുത്തെ നമ്മുടെ പേരൻറ്റിങ്ങിൻ്റെ ഒരു ചെറിയൊരു പാകപ്പിഴ, നമ്മൾ ഈ കുട്ടികളെ പെർഫെക്റ്റ് ആക്കാൻ ശ്രമിക്കുന്നു. കുട്ടി ഉച്ചരിക്കുന്ന കാര്യങ്ങളിൽ ഒരു ഉച്ചാരണ വൈകല്യമുണ്ട്, അവനെ കളിയാക്കി കുറ്റപ്പെടുത്തി പരിഹസിച്ച് അതിലൂടെ അവനെ ശാക്തീകരിക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ കുഴപ്പം സംഭവിക്കുന്നതെന്ന് വെച്ചാൽ കുട്ടി വിചാരിക്കും ഈ ഞാൻ വാ തുറക്കാതിരുന്ന ഇതൊന്നും കേൾക്കണ്ടല്ലോ, അവൻ സൈലൻസിലേക്ക് പോകും. ഞാനിത് മനസ്സിലാക്കുന്നത് പലപ്പോഴും ഈ സിവിൽ സർവീസിൻ്റെ ഈ മെയിൻ എക്സാം കഴിഞ്ഞിട്ടുള്ള പേഴ്സണാലിറ്റി ടെസ്റ്റ് ആൻഡ് ഇൻ്റർവ്യൂ, അതിന് ആളുകളെ ഞാൻ മെൻറ്റർ ചെയ്യാറുണ്ട്. ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നുള്ളവരെ മെൻറ്റർ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ വരുന്ന പല കാൻഡിഡേറ്റ്സും എത്ര ആത്മവിശ്വാസത്തോടെയാണ് സംസാരിക്കുന്നത്. പറയുന്ന കാര്യങ്ങൾ വസ്തുതാപരമായ പിഴവുണ്ടാകും, ഇംഗ്ലീഷ് ഗ്രാമറൊക്കെ തെറ്റായിരിക്കും, പക്ഷേ കോൺഫിഡൻസ്, പ്രൊനൗൺസിയേഷൻ പോലും തെറ്റായിരിക്കും, പക്ഷേ ധൈര്യമായിട്ടാണ് പറയുന്നത്. പക്ഷെ ഇവിടെ ഏറ്റവും നന്നായി അറിയാവുന്ന ഒരാൾ പോലും ജഡ്ജ് ചെയ്യപ്പെടുമോ എന്നുള്ളൊരു ആശങ്കയോടെയാണ് പലപ്പോഴും സംസാരിക്കുന്നത്. ഒരു വിഭാഗം കുട്ടികളെങ്കിലും മിടുക്കരാണ്, അവരുടെ തലയിൽ ആൾതാമസമുണ്ട്, അവർക്ക് കാര്യങ്ങൾ അറിയാം, അവർ പറയുന്നതൊക്കെ ശരിയുമാണ്. പക്ഷേ അവർ കുറ്റപ്പെടുത്തൽ ഉണ്ടാകുമോ എന്ന് ഭയന്ന് ഇൻറ്റിമിഡേറ്റഡായിട്ട് സംസാരിക്കുന്നു. ഇതിൻ്റെ കാരണം ഇതാണ്, നമ്മൾ ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ അവർ തെറ്റുവരുത്തിയാൽ വല്ലാതെ ശകാരിക്കുന്നു, മാനസികമായി തളർത്തുന്ന രീതിയിൽ ശകാരിക്കുന്നു, പൊതുസ്ഥലത്ത് വെച്ച് അവഹേളിക്കുന്നു. അപ്പോൾ ഇത് ഒഴിവാക്കണം. നമ്മൾ ശരിക്കും പേരൻസ് ചെയ്യേണ്ട ഒരു കാര്യം, ചെറിയ കുട്ടികളെ ഒരു അരമണിക്കൂറെങ്കിലും അവരോട് ഡെയിലി സംസാരിക്കണം. ആ സംസാരിക്കുന്ന സമയം അവരെ ഉപദേശിക്കാനുള്ള സമയമല്ല, അവർ പറയുന്ന കേൾക്കാനുള്ള സമയമാണ്. ജസ്റ്റ് ആസ്ക് ദം ഹൗ വാസ് യുവർ ഡേ, ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു, സ്കൂളിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു വിശേഷം. അവൻ്റെ വികലമായ ഭാഷയിൽ തന്നെ പറയട്ടെ, തിരുത്താനൊന്നും ശ്രമിക്കണ്ട. അവൻ പറയുന്നതിന് ഉച്ചാരണ വൈകല്യം കാണും, വ്യാകരണ പിശക് കാണും, ഉണ്ടായിക്കോട്ടെ, പറഞ്ഞോട്ടെ. പറയാനുള്ളൊരു സ്പേസ് കൊടുത്താൽ മതി. അത് കഴിഞ്ഞ് സമാധാനപരമായി തിരുത്തി കൊടുക്കുക. നീ ഇന്ന് പറഞ്ഞതിൽ ഈ വാക്ക് ഇങ്ങനെയാണ് പറയേണ്ടത്, നാളെ തൊട്ട് അത് കറക്റ്റായിട്ട് പറയണം. ഇങ്ങനെ പതിയെ ഒന്ന് ട്രെയിൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ തെറ്റ് വരുത്തുന്നതിൽ കുഴപ്പമൊന്നുമില്ല. തെറ്റ് വരാം, തെറ്റ് വന്നു കഴിഞ്ഞാൽ തിരുത്തി തരും. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പതുക്കെ അവരെ ഒന്ന് എംപവർ ചെയ്യണം. എല്ലാ മനുഷ്യരും ഒരുപോലെയല്ല. അപ്പോൾ വീട്ടിൽ വളരെ ശാന്തമായ രീതിയിൽ പറയുന്ന ഈ സംഭവം പുറത്തു പോകുമ്പോൾ ചിലപ്പോൾ മോശപ്പെട്ട രീതിയിൽ പറയുന്ന ആളുകളുണ്ടാവാം, അവഹേളിക്കുന്ന തരത്തിലുള്ള ആളുകളുണ്ടാകാം. ഗ്രേഡഡ് ആയിട്ട് വേണം അത്തരം കാര്യങ്ങൾ എക്സ്പോസ് ചെയ്യാൻ. വളരെ ചെറുപ്പത്തിൽ തന്നെ കുട്ടിയെ വളരെ ശബ്ദമുയർത്തി ശകാരിക്കാതെ ചെറിയ പ്രായത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പതുക്കെ കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ട്, കുട്ടി പെർഫെക്റ്റ് ആകണമെന്നൊന്നും ധരിക്കണ്ട. പക്ഷെ അവൻ മുതിർന്നു വരുന്ന മുറയ്ക്ക് അല്പം ശബ്ദമുയർത്തിയുള്ള കാര്യങ്ങളൊക്കെ ആകാം. കാരണം ഇങ്ങനെയും ഒരു വശം ലോകത്തിലുണ്ട്. കാരണം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇങ്ങനൊരു കാര്യമേ കേട്ടിട്ടില്ലാതെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്നൊരു ബുദ്ധിമുട്ട് വരും. സ്കൂളിൽ പോയി ആരെങ്കിലും വഴക്ക് പറഞ്ഞാൽ ആ ഗ്രേഡഡ് ആയിട്ട് ഘട്ടം ഘട്ടമായിട്ട് ഇത് പരിചയപ്പെടുത്തി, ചീത്ത വിളിച്ച് അല്ലെങ്കിൽ വഴക്ക് പറഞ്ഞ് അവനെ അടിച്ച് അങ്ങനത്തെ കാര്യമല്ല ഉദ്ദേശിക്കുന്നത്. അല്പം ഒന്ന് ശബ്ദം ഉയർത്തി ശകാരിച്ചാൽ പോലും ആ ശകാരം കഴിഞ്ഞിട്ട് ഒന്ന് അല്പസമയം സ്പെൻഡ് ചെയ്യണം. കാരണം ആ ശകാരം ഒരിക്കലും ഒരു മാനസിക ആഘാതമായി മാറാതിരിക്കാനുള്ള കാര്യങ്ങൾ. ഇങ്ങനെ ആരെങ്കിലും വീടിന് പുറത്ത് വെച്ച് ശകാരിച്ചാൽ ഹൗ ടു ഹാൻഡിൽ ഇറ്റ്, അതും ചർച്ച ചെയ്യണം. ഇങ്ങനെ ലൈഫ് സ്കിൽസ് കുട്ടികളെ എംപവർ ചെയ്തെടുത്താൽ
തീർച്ചയായിട്ടും അവർക്ക് ക്രിറ്റിസിസത്തിനെ അതിലെ ആ കണ്ടൻറ്റ് മാത്രം സ്വീകരിക്കും. കണ്ടൻറ്റിൽ തിരുത്തൽ വരുത്തണമെങ്കിൽ വരുത്തും. അതിനകത്തുള്ള ഇമോഷൻസിനെ അകത്തോട്ടെടുക്കത്തില്ല, അതിനെ അങ്ങ് വിട്ടുകളയും. ആ രീതിയിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഫെയിലിയറിനെയും അവർക്ക് ഈസി ആയിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ഫെയിലിയർ പെർമനൻ്റ് അല്ല. ഫെയിലിയർ കഴിഞ്ഞ് അടുത്ത ഒരു സക്സസ്സിലേക്ക് പോകാനായിട്ട് അവർക്ക് കഴിയും. ശരിക്കും പറഞ്ഞാൽ ഈ രണ്ടിൻ്റെയും ഇമോഷൻസിനുള്ളിലേക്ക് എടുക്കുമ്പോഴാണ് ഇത് രണ്ടും നെഗറ്റീവായിട്ട് മാറുന്നത്. തീർച്ചയായിട്ടും ആ ഇമോഷൻസിനെ അകത്തോട്ട് എടുക്കാതെ അതിൽ പറയുന്ന പദാർത്ഥം മാത്രം അകത്തോട്ട് എടുക്കുന്ന രീതിയിലേക്ക് കുട്ടികളെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാണ് വേണ്ടത്. അപ്പോൾ കുറച്ച് മുമ്പ് സൂയിസൈഡിനെയും കൂടെ ചേർത്ത് പറഞ്ഞ കാരണം കൊണ്ടാണ് ഓൺലൈനിൽ വായിച്ചതാണ്. അത് എത്രമാത്രം ശരിയാണെന്നുള്ളതും അറിഞ്ഞുകൂടാ, ഒതൻറ്റിക് ആണോ എന്ന് അറിഞ്ഞുകൂടാ. എങ്കിലും നമ്മുടെ ഏറ്റവും ഉന്നതമായ വിദ്യാഭ്യാസ സ്ഥാപനം എന്നൊക്കെ നമ്മൾ പറയുന്ന IITകളിൽ പോലും, അതായത് സ്കൂൾ ലെവലിലും എൻട്രൻസ് ലെവലിലും ഒക്കെ മികച്ച വിജയം മാത്രം കരസ്ഥമാക്കി പോയിട്ടുള്ള കുട്ടികളിൽ വളരെയധികം പേര് ആത്മഹത്യ തിരഞ്ഞെടുത്തു എന്നുള്ളൊരു ഞെട്ടിക്കുന്ന ന്യൂസ് ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ അടുത്തിടെ വായിക്കുകയുണ്ടായി. ഇത്രയും IQ കൂടുതലുണ്ടെന്ന് പറയുന്ന കുട്ടികൾക്കും എവിടെയാണ് ഈ താളം തെറ്റിപ്പോകുന്നത്? അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ള ആളുകളല്ല, അവരൊരുപാട് ഡിറ്റർമിൻഡായിട്ട് പഠിച്ചിട്ടുള്ള കുട്ടികളല്ല. അവർക്ക് സാധാരണക്കാരിൽ ഒപ്പം തന്നെ IQ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലല്ലെങ്കിൽ പോലും ഒപ്പം തന്നെ IQ ഉള്ള കുട്ടികളല്ലേ. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇത്ര നിസ്സാരമായ ഒരു തീരുമാനം, അത് നിസ്സാരം എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ എങ്കിലും നമ്മൾ ആലോചിക്കുമ്പോൾ അത്ര ബാലിശമായിട്ടുള്ളൊരു തീരുമാനത്തിലേക്ക് ഇവർ വന്ന് എത്തിപ്പെടുന്നതിൻ്റെ കാരണം എന്താ? ഞാൻ തൊട്ട് മുൻപേ ഉള്ള ചോദ്യത്തിന് ഉത്തരമായിട്ട് കോവിഡ് സമയത്ത് നടന്നൊരു സംഭവം പറഞ്ഞു അല്ലേ. ഒരുപാട് ഉന്നത വിജയങ്ങൾ നേടിയൊരു വ്യക്തി കോവിഡ് സമയത്ത് ശമ്പളം കട്ട് ചെയ്തു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ജീവനൊടുക്കിയൊരു സംഗതി. ഇതിൻ്റെ മറ്റൊരു വശം തന്നെയാണ് നമ്മൾ ഈ പറഞ്ഞ ഉന്നത കേന്ദ്രങ്ങളിൽ നടക്കുന്നത്. ഇവിടുത്തെ ഒരു വലിയ പ്രശ്നം കോമ്പറ്റീഷൻ അല്ലെങ്കിൽ മത്സരം. ഈ മത്സരം എന്ന് പറയുമ്പോഴത്തേക്കും മറ്റൊരാളെക്കാൾ നന്നായിട്ട് പെർഫോം ചെയ്യും, അവിടെ ഒരു താരതമ്യം വരുന്നുണ്ട്. ഈ താരതമ്യം ഒരു ചെറിയ പ്രശ്നമാണ്. അത് നമ്മൾ കുട്ടികളെ വളർത്തുമ്പോൾ ഈ താരതമ്യം വളരെ പ്രധാനപ്പെട്ട ഒരു ആയുധമായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ കുട്ടിക്കാലത്ത് വീട്ടിൽ 2 കുട്ടികളുണ്ടെങ്കിൽ അവർ തമ്മിൽ താരതമ്യം ചെയ്യും, അക്കാദമികമായിട്ടും മറ്റു കാര്യങ്ങളിലും. അധ്യാപകർ താരതമ്യം ചെയ്യും കുട്ടികളെ തമ്മിൽ. ഇപ്പോൾ ഈ കുട്ടികൾ കോളേജിലേക്കൊക്കെ എത്തിക്കഴിയുമ്പോൾ വീട്ടുകാർ താരതമ്യം ചെയ്യുന്നൊക്കെ വിടും. IITയിൽ കുട്ടി പഠിക്കാൻ പോയാലും ഇനി അവനെ ആരുമായിട്ടും താരതമ്യം ചെയ്യാൻ വീട്ടുകാർ നിൽക്കാറില്ല. അധ്യാപകരും അങ്ങനെയൊന്നും അങ്ങോട്ട് താരതമ്യം ചെയ്യാനൊന്നും നിൽക്കാറൊന്നുമില്ല. പക്ഷേ ആ പ്രായം എത്തുമ്പോൾ കുട്ടികൾ സ്വയം മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്തു തുടങ്ങും. അവിടെയാണ് ആ ദുരന്തം കിടക്കുന്നത്. അത് പല കാര്യങ്ങളിലായിരിക്കും. ഒരുപക്ഷെ സൗന്ദര്യത്തിൻ്റെ കാര്യത്തിലായിരിക്കാം, സൗഹൃദങ്ങളുടെ എണ്ണത്തിൻ്റെ കാര്യത്തിലായിരിക്കാം, പോപ്പുലാരിറ്റിയുടെ കാര്യത്തിലായിരിക്കാം, നമ്മുടെ ഭാഷാ സ്വാധീനത്തിൻ്റെ കാര്യത്തിലായിരിക്കാം, പരീക്ഷയിലെ മാർക്കിൻ്റെ കാര്യത്തിലാണ്. പല കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ താരതമ്യം ചെയ്യുകയും സ്വയം ഇകഴ്ത്തി കാണിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത് ഈ കോമ്പറ്റീഷൻ എന്ന് പറയുന്ന വാക്കിനെ ഒന്ന് മാറ്റിയിട്ട് മറ്റൊരു വാക്കുണ്ട്. എഡ്വേർഡ് ഡിബോണോ പണ്ട് കോയിൻ ചെയ്തൊരു വേർഡാണ് സർപെറ്റീഷൻ. ആ വാക്കാണ് നമ്മൾ സ്വീകരിക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ സർപെറ്റീഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റൊരാളുമായിട്ട് സ്വയം താരതമ്യം ചെയ്യാതെ നമ്മുടെ കഴിവെന്താണ്, നമുക്ക് യോഗ്യതയുള്ള മേഖല ഏതാണെന്ന് കണ്ടെത്തി വീണ്ടും 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 അത് തേച്ചു മിനുക്കിക്കൊണ്ടിരിക്കുകയാണ്. കോമ്പറ്റീഷൻ ഒരു അവസാനമുണ്ട്. നമ്മൾ ക്ലാസ്സിൽ ഫസ്റ്റ് ആയാൽ കോമ്പറ്റീഷൻ തീർന്നു. സർപെറ്റീഷൻ അവിടെയും തീരുന്നില്ല, സർപാസിങ് കോമ്പറ്റീഷനാണ്. അതാണ്. മാത്രമല്ല നമുക്ക് ആരോടും വിരോധമോ വൈരാഗ്യമോ ഒന്നുമില്ല. ഇപ്പോൾ കോമ്പറ്റീഷൻ്റെ ഒരു ചെറിയ പ്രശ്നം, വേറൊരു മനുഷ്യൻ നല്ല മാർക്ക് വാങ്ങി അവനോടൊരു വൈരാഗ്യം വരികയാണ്, ഒരു വിദ്വേഷം വരികയാണ്, അവനെങ്ങനെ പാര വയ്ക്കാം, ഈ ഒരു ചിന്തയിലേക്ക് പോവാണ്. മനസ്സ് കലുഷിതമാവുകയാണ്, ദുഷിക്കുകയാണ്. സർപെറ്റീഷനിൽ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. അവനും കൂടുതൽ മാർക്ക് കിട്ടി, നല്ല കാര്യം, ഇരിക്കട്ടെ. കാരണം ഈ അടുത്തിരിക്കുന്ന ആളും കൂടെ രക്ഷപ്പെട്ടാൽ മാത്രമേ നമുക്ക് ഗുണമുള്ളൂ. കാരണം നമുക്ക് ഭാവിയിൽ ഒരുപക്ഷെ സ്കൂളിൽ നമ്മുടെ അടുത്തിരുന്ന് പഠിക്കുന്ന ആൾ ചിലപ്പം ഡോക്ടറാവും, നമ്മൾ എഞ്ചിനീയർ ആയിരിക്കും ആവുന്നു. നമ്മൾ വിദേശത്ത് പോയി സെറ്റിൽ ചെയ്തു, വീട്ടിൽ നമ്മുടെ അച്ഛനോ അമ്മയ്ക്കോ ഒരു ആരോഗ്യ പ്രശ്നം വന്നു. ഈ പറയുന്ന നമ്മുടെ ബാല്യകാല സുഹൃത്തായ നമ്മളെക്കാൾ മാർക്ക് വാങ്ങിയ ഇപ്പോൾ ഡോക്ടറായി നാട്ടിലിരിക്കുന്ന വ്യക്തിയുമായി അന്ന് തൊട്ടേ നമുക്കൊരു ഊഷ്മള ബന്ധമുണ്ടെങ്കിൽ നമുക്ക് രാത്രിയിൽ അദ്ദേഹത്തിനെ തട്ടി വിളിച്ചുണർത്തിയിടെ എൻ്റെ അച്ഛനൊരു ചെറിയ പ്രശ്നമുണ്ട്, ഒന്ന് ഹെൽപ്പ് ചെയ്യുമെന്ന് പറയാം. ആ ഗുഡ് വിൽ അത് നിലനിർത്താൻ പറ്റിയാലേ ജീവിതത്തിൽ കാര്യമുള്ളൂ. അപ്പം അത് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഉന്നത പദവിയിൽ ഒറ്റപ്പെട്ടു പോകുന്നൊരവസ്ഥയിലാണ്. ആ ഒറ്റപ്പെടൽ നമ്മളെ കൊല്ലും. കാരണം ലോൺലിനെസ് എന്ന് പറയുന്നത് മറ്റേതൊരു
അവസ്ഥയെക്കാളും ഭീകരമാണ്. ഹാർട്ട് അറ്റാക്ക് അടക്കമുള്ള കാര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ ഏകാന്തത കാരണമാകും. ഇപ്പോൾ അമേരിക്കയിലെ സർജൻ ജനറൽ തന്നെ കുറച്ച് നാൾ മുൻപ് ലോൺലിനെസ് 10 ദിവസം ഒരു ദിവസം 10 സിഗരറ്റ് വലിക്കുന്നതിനേക്കാൾ ആപൽക്കരമാണ് ഏകാന്തത എന്ന് പറയുകയുണ്ടായി. അപ്പോൾ ഈ തീവ്ര മത്സരം തീവ്രമായ ഒരു ഏകാന്തതയിലേക്കാണ് കാര്യങ്ങളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് ഈ തീവ്ര മത്സരബുദ്ധി നമ്മൾ കുട്ടികളുടെ മനസ്സിൽ നമ്മൾ തന്നെ വിതയ്ക്കുന്ന ഒരു വിത്താണ്. അതിന് പകരം അവനിപ്പം കണക്കിൽ കഴിവുണ്ട്, അവൻ എക്സ്പ്ലോർ ചെയ്യട്ടെ മാക്സിമം. ഡോണ്ട് ആസ്ക് ഹിം ഹൗ മെനി മാർക്സ് ഡിഡ് കുട്ടപ്പൻ സ്കോർ. അവൻ്റെ ഫ്രണ്ടായ കുട്ടപ്പൻ എത്ര മാർക്ക് വാങ്ങിയെന്ന് ചോദിക്കരുത്. നിനക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് ചോദിക്കാൻ കുഴപ്പമില്ല. വഴക്ക് പറയേണ്ട കാര്യമൊന്നുമില്ല മാർക്ക് കുറഞ്ഞു പോയി എന്ന് വിചാരിച്ചുകൊണ്ട്. ഒന്ന് എൻകറേജ് ചെയ്യാം, യു ക്യാൻ ഡു ബെറ്റർ എന്ന് പറയാം, അത്രയും മതി. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് മറ്റൊരു മനുഷ്യന് കൂടുതൽ മാർക്ക് കിട്ടിയാൽ അസൂയ വരത്തില്ല. പലപ്പോഴും ഈ സ്വന്തം ജീവൻ എടുക്കാനായിട്ട് ഒരു ശ്രമം നടത്തുമ്പോൾ നമ്മുടെയൊക്കെ ഒരു പ്രശ്നം, നമ്മുടെ ജീവിതം ഒരു പ്രതിസന്ധിയിലേക്ക് പോകുന്നു, മറ്റുള്ളവരുടെ ജീവിതം നന്നായിട്ട് പോവുകയും ചെയ്യുന്നു. ഇതൊക്കെ നമ്മളെ പെട്ടെന്ന് മാനസികമായിട്ട് തളർത്താൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. അതിൻ്റെ വിത്ത് നമ്മൾ ചെറുപ്പത്തിൽ തന്നെ വിതയ്ക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യം കൂടെ മാതാപിതാക്കൾ ഗൗരവമായിട്ട് ശ്രദ്ധിച്ചാൽ, പിന്നെ മാത്രമല്ല ഇത്തരം സ്ഥാപനങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ പോലും ഈ കണക്ടിവിറ്റി പ്രധാനമാണ്. ഇപ്പോൾ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി ആരംഭിച്ച ഇപ്പോഴും തുടരുന്ന ഹാർവാർഡ് സ്റ്റഡി ഓൺ അഡൽട്ട് ഡെവലപ്മെൻറ്റ്, മനുഷ്യവികസനത്തിനെക്കുറിച്ച് ലോകത്തിൽ നടന്ന ഏറ്റവും ദൈർഘ്യമേറിയതും ഏറ്റവും വലുതുമായ പഠനമാണ്. പറയുന്നത് ഒരു മനുഷ്യൻ്റെ ആയുർദൈർഘ്യം ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കുന്ന ഘടകം ക്വാളിറ്റി ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്സ് എസ്റ്റാബ്ലിഷ് ഡ്യൂറിങ് ചൈൽഡ്ഹുഡ് ആൻഡ് അഡോളസൻസ്. കുട്ടിക്കാലത്തും കൗമാരത്തിലും നമ്മൾ വികസിപ്പിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്ന വ്യക്തിബന്ധങ്ങളുടെ ഗുണനിലവാരം ഡയറ്റിനേക്കാളും എക്സർസൈസിനേക്കാളും മദ്യവർജനത്തിനേക്കാളും പുകയില വർജനത്തിനേക്കാളും കൂടുതൽ ആയുർദൈർഘ്യം കൂട്ടും. ഈ പറഞ്ഞ 4 കാര്യങ്ങളാണ് ബാക്കി ആയുസ് കൂട്ടുന്ന കാര്യങ്ങൾ. ഇതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ഈ കണക്ടിവിറ്റിയാണ്. അപ്പോൾ സോഷ്യൽ കണക്ടിവിറ്റി, പരസ്പരം ബന്ധം സ്ഥാപിക്കുക, ഊഷ്മളമായ ബന്ധം നിലനിർത്തുക. എപ്പോഴും നമ്മളിപ്പോൾ ഒരു IIT-യിലോ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ പഠിക്കാൻ പോയാലും സ്കൂളിൽ നമ്മളോട് നന്നായി ബന്ധം പുലർത്തിയിരുന്ന ചില വ്യക്തികളുമായിട്ടുള്ള കണക്ഷൻ വിട്ടുപോകരുത്. ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ അവരുമായിട്ടൊന്ന് സംസാരിക്കാൻ ഉള്ള ഒരു അവസരം ഒന്ന് നിലനിർത്തണം. അപ്പം അതുവഴി നമുക്കിവിടെ പഠിക്കുന്ന സ്ഥാപനത്തിലൊരു തിരിച്ചടി ഉണ്ടായാലും നമ്മളായി അക്സെപ്റ്റ് ചെയ്യുന്ന ചില ആളുകളുണ്ട് ലോകത്തിൽ. ഈ ലോകത്തിന് നമ്മളെ ആവശ്യമുണ്ടെന്നൊരു ഫീലിംഗ് വരും. അത് നമ്മളെ മുന്നോട്ട് പോകാനായിട്ട് പ്രേരിപ്പിക്കും. അതാണ് സത്യം.